കണ്ട ഇവിടെ നിന്നോട്ട് ഇങ്ങനെ ബസ്സുകൾ എടുക്കുന്നുണ്ട്, നിരത്തിട്ടേക്കാണ്. ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ബസ് ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം. ഹായ്, നമസ്കാരം. അപ്പൊ ഞാൻ നിൽക്കുന്നത് ചേറ്റുവ നമ്മുടെ പുതിയ ഹൈവേയിലാട്ടം നിൽക്കണേ. ഇവിടെ കുറെ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, കുറെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുണ്ടോ? എല്ലാ ബസ്സുകളും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ അറിയാട്ടോ. ചേട്ടാ, എന്താ ഇവിടെ സംഭവം? നിങ്ങൾ ഇങ്ങനെ ബസ് നിർത്തിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? അല്ല, ഇവിടെ അങ്ങനെ കുറെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പോണതിന്റെ ഇടയില് ഇത് സ്റ്റാൻഡ് അല്ലല്ലോ, ഇവിടെ സ്റ്റാൻഡ് അല്ലല്ലോ. അപ്പൊ എന്താന്ന് സംഭവം ഒന്ന് പറയൂ. 2 ദിവസമായി അവിടെ ചാവക്കാട് പണി നടക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് സ്ലാബിന്റെ പണി, അപ്പുറത്ത് കാനയുടെ പണി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് സമയത്തിന് എത്താൻ പറ്റൂല. ഇപ്പോഴത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ അറിയാലോ. അതിന്റെ പേരില് നമുക്ക് ചിലപ്പോ ഒരുപാട് സ്റ്റോപ്പുകൾ പോകും. ഇത് ശരിക്കും ഏത് റൂട്ടിലാണ് ഇപ്പൊ നിങ്ങള് സ്ട്രൈക്ക് എടുത്തിട്ടുള്ള? ഗുരുവായൂർ കൊടുങ്ങല്ല ഒരു റൂട്ടിലാണ് അല്ലെ? അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം കുറവാണ്, കാനഡ വഴി നടക്കുന്ന കാരണം അല്ലേ? ഓക്കെ. അപ്പൊ എത്ര ദിവസത്തിന് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ല? അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും അതേ മിന്നലായിട്ടുള്ള സ്ട്രൈക്കാണ് നിങ്ങൾ എടുത്തേക്കണത് അല്ലെ? ഒരുപാട് അനുഭവിച്ചു എല്ലാ ബസ്സുകാരും. ഓക്കെ ഓക്കെ, അത് കാര്യം നല്ല കാര്യമാണ്. കാരണം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവര് ടൈമിങ്ങിന് ഓടി എത്തണം. ഇവർക്ക് ടൈമിന് ഓടി എത്തുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ മെക്കെട്ടിക്കാവും വരാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവര് ചെയ്തിട്ടുള്ളത് ഒരു തെറ്റ് പറയാൻ പറ്റില്ല, കാരണം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതെ അതെ, അവര് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് ആരെ നെഞ്ഞത്തേക്കും കയറുന്ന പറഞ്ഞിട്ടാണ് ഒരുപാട് കമന്റ്സ് നമ്മൾ കേൾക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഡെയിലി ഞാനടക്കം കമന്റ് ചെയ്യുന്ന ആളാണ്. ഞാനടക്കത്തിൽ കമന്റ് ചെയ്യുന്ന നമുക്കൊരാളോടും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഉണ്ടോ? അതെ, ഇല്ല ഇല്ല. നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള പ്രഷർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇവരെ ഭാഗത്ത് തെറ്റെന്ന് പറയല്ലേ, കാരണം ഇവർക്ക് അത് ഓടിയെത്താൻ പറ്റൂല. അതല്ല, പിന്നെ എപ്പോഴും ഇവിടുത്തെ ജനങ്ങളായിട്ട് ഒന്നും ആക്കാറില്ല. അപ്പൊ നമ്മള് ബസ്സുകാര് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെങ്കിലും ഒരു ഉപകാരം വരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു കാര്യം വരുന്നു അല്ലേ? ഓക്കെ. ഇത് എന്തായാലും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ചേറ്റുവലാണ്. ചേറ്റുവന്ന് ഇങ്ങോട്ട് വണ്ടികൾ കടത്തി വിടുന്നില്ല എന്നാണ് ശരിക്കും പറയുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോറും ഓരോ വണ്ടികൾ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൾക്കാർ ഇവിടെ ഇറക്കി വിടാണോ നിങ്ങള്? അതല്ല, ഞങ്ങൾ പറഞ്ഞു ഇവിടെ വരവുള്ളൂ, ചേറ്റുവ വരവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് പോരാണ് കേട്ടോ. അപ്പൊ ഇത് വരും ദിവസങ്ങളിൽ ഇങ്ങനെ ആണെങ്കിൽ തന്നെ ഇവര് ഇങ്ങനെ തുടങ്ങുന്നതാണ് പറയുന്നത്. കാലത്ത് വരെ ഞങ്ങൾ പോയിരുന്നു. അതെ, ഉച്ചവരെ നമുക്കൊരു അനുകൂലം ഇല്ലാതാണ് ഉച്ച തുടങ്ങിയ ഈ സംഭവം. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് വീണ്ടും ഇങ്ങനെ തന്നെ തുടങ്ങുന്ന പുതിയതല്ലട്ടാ, 5-8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഇത് പണി തുടങ്ങിയിട്ടും അവിടെ നിശ്ചലമായിട്ട് കിടക്കുന്നത്. അപ്പൊ അത് അവര് അനാസ്ഥമായിട്ട് ആരും അതിനെ അന്വേഷിക്കാൻ ഒരാളില്ല. ഇപ്പൊ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ എന്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൂലിയും കാര്യങ്ങളൊക്കെ മുട്ടിക്കെടുക്കാണ്. ഞങ്ങള് വഴിമുട്ടിയെന്ന് പറഞ്ഞാല് ഇതില് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് വണ്ടി നമ്മള് സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ വിട്ടു, പിന്നെ ഓവർ സ്പീഡാണ്. അത് സ്റ്റോപ്പ് എടുക്കാനും അല്ലെ ടൈമിന് എത്താൻ വേണ്ടിയില്ല. ഇതില് എന്തെങ്കിലും മറ്റുള്ള അല്ലാത്ത ആളുകള് മുന്നിൽ കയറി എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ദോഷം വരുന്ന കാര്യങ്ങളാണ്. പിന്നെ പോലീസുകാരുടെ ഭാഗത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ആക്സസും ഇല്ല. അവര് എപ്പോഴും ഇന്നും എന്നെ ഫോട്ടോ എടുത്തിട്ട് വിട്ടുള്ളത്. കാരണം അങ്ങനെയാണ് പറയാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് നല്ല പ്രതിഷേധത്തിലാണ് നിൽക്കുന്നത്. നിങ്ങള് റോഡ് എത്രയും പെട്ടെന്ന് ഇവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ ഇവര് ഇത് തുടർന്ന് മുന്നോട്ട് പോകുന്നതിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞോടത്തോളം അവര് പറയുന്നത്. അപ്പൊ ഇത് കാരണം ഇത് നമ്മള് ഓരോരുത്തർക്കും ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പോണ കുട്ടികൾക്കായാലും തന്നെ അവർക്ക് അല്ല, ഞാനതാ പറയുന്നത്, സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നടന്നു വരുന്നത്. ഇവർക്കൊക്കെ ഇനി അപ്പുറത്തേക്ക് എത്തണം എന്ന് വെച്ചാൽ എങ്ങനെ പോവാന്നറിയില്ല. ഓക്കെ, നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാം, അവര് റെസ്പോൺസ് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് തീരുമാനവും ഈ കുട്ടികളൊക്കെ ബസ്സിൽ പോണ കുട്ടികളാട്ടോ. പക്ഷെ ഇവരൊന്നും ബസ്സിലാണ് നടന്നാണ് പോകുന്നത്. നിങ്ങള് ഇപ്പൊ ബസ്സിൽ പോണ ആൾക്കാരല്ലേ, കുട്ടികളല്ലേ? നിങ്ങൾക്ക് ഈ ബസ്സിൽ പോയില്ലേ, നിങ്ങൾ എത്ര ദൂരം നടന്നിട്ട് വേണം നിങ്ങൾക്ക് വീടെത്താൻ? 6-7 കിലോമീറ്റർ നടക്കാണ്ട്. 6-7 കിലോമീറ്റർ നടക്കാണ്ട് നിങ്ങൾക്ക് അല്ലേ വീട്ടിലേക്ക്? അപ്പൊ നിങ്ങൾ പിന്നെ നടന്നിട്ട് പോകാനുള്ള പരിപാടിയാണ് അല്ലേ? ഓക്കെ. മുത്തേമാവിലാണ് സ്ഥലം വരുന്നത്. വെറുതെ ഇവർക്ക് ഇവിടുന്ന് എന്തായാലും ഒരു 5 കിലോമീറ്റർ നടക്കാണ്ടാവും ഇല്ലേ മുത്തേമാവ് വരെ? 6 കിലോമീറ്റർ മുത്തേമാവ് വരെ നടക്കാനുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് ഈ കുട്ടികളൊക്കെ അനുഭവപ്പെടുന്നത്. ഇവരെ എക്സാമിന്റെ സമയം കൂടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കാര്യമായിട്ട് എടുക്കണം എന്നുള്ളത് പറയണം കേട്ടോ.
ഇവിടെ നമ്മുടെ ഈ റൂട്ടിൽ ബസ് ഓടിച്ചിരുന്ന ചേട്ടനാണ്. അപ്പൊ ഈ ചേട്ടന് നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. എന്താണ്? എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കാരണം പറഞ്ഞാൽ ഞാനൊരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. അലിനാസ് ബസ്സിലെ ഡ്രൈവറാണ്. 23 കൊല്ലമായി ഞാൻ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട്. കാരണം അവരെ അപകടം എന്ന് പറഞ്ഞാൽ തട്ടാമുട്ട വരച്ചിലും പിടിക്കലൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ വെച്ച് തന്നെ ഒരു പ്രാവശ്യം ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രാവശ്യം ഒരു വ്യക്തി വന്നിട്ട് എന്റെ ബസ്സിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് എന്റെ കണ്ണിക്കൊക്കെ ചെറിയ പ്രഷറും കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളൊക്കെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് വേറെ. അതുമാതിരി തന്നെ എന്റെ മക്കളും ബസ്സിൽ പോകണാണ്, ഞാൻ വാടക താമസിക്കാനാണ്. അങ്ങനത്തെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ താഴെ തസ്തിയേൽക്കണം. അതായത് വാഹനം എന്റെ കുഴപ്പം കൊണ്ടല്ലാണ്ട് മുട്ടിയിട്ട് എന്റെ ലൈസൻസ് കട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ 6 മാസം കട്ടായിരുന്നു ആർട്ടിയെ വിളിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ ആർട്ടി ഒരു കിഷോർ സാറാണ് എന്നെ വിളിപ്പിച്ചിരുന്നത്. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ എങ്ങനെയാണ് നമ്മളെ കുഴപ്പമില്ലാന്ന് ആൾക്കറിയാം. എന്നിട്ട് 6 മാസം നല്ല ലൈസൻസ് കട്ടാണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ കഷ്ടപ്പാടും ഞാൻ വാടകക്കണം താമസിക്കും, വേറെ പണികൾ അറിയില്ല. 23 കൊല്ലം ഞാൻ ബസ് ഓടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കാണ് ഓർമ്മ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്നോട് പറഞ്ഞ ഒരു 5 ദിവസം ക്ലാസ്സിന് എടപ്പാള് പോകണം. ഞാൻ പറഞ്ഞ 23 കൊല്ലം ബസ് ഓടിച്ചായിരുന്ന ആളിന് ഞാൻ ചെറിയ വണ്ടിക്കാരല്ലേ ക്ലാസ് ഓടിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത്. നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അപ്പൊ അതൊന്നും ഒഴിവാക്കി തരാൻ പാള പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസം താൽക്കാലികമായിട്ട് അദ്ദേഹം ലൈസൻസ് തന്നെ കട്ട് ചെയ്ത് തരുന്നതാണ് എന്റെ അറിവ്. പിന്നെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഞങ്ങളും കഷ്ടപ്പാട് ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാർ. ഞങ്ങൾ ഈ ബ്ലോക്ക് മാറ്റാനും പിടിക്കാനൊക്കെ ചാവക്കടക്കം വന്നിട്ട് ഒരു 3/4 മണിക്കൂറോടെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. മിക്ക പോലീസുകാർക്ക് എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവരെ കുറ്റം പറയണല്ലോ ഇപ്പോഴും പറയണത്. അതുപോലെ തന്നെ നമ്മ അവിടെ നിന്ന് ഈ പൊടിയും വെയിലൊക്കെ കൊണ്ട് നിന്നിട്ട് നമ്മ ഈ ബ്ലോക്ക് മാറ്റാനും പിടിക്കാൻ പോലീസുകാർ അപ്പുറത്ത് ഹൈവേ പോലീസ് മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് നിൽക്കണൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കുടുംബക്കാർ പോലീസിലുള്ള ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ പോലീസിലുണ്ട്. അവരെ ആക്ഷേപിക്കണതല്ലേ പ്രത്യേകം പറയാനാണ്. കാരണം കുഞ്ഞുമക്കളൊക്കെ നടന്നു പോകണ്ടില്ല. ഇവരൊക്കെ വന്നിട്ട് നിർബന്ധമായിട്ട് ഇത് സ്ട്രൈക്ക് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം നമ്മന്ന് പരാതി പറഞ്ഞ കൊടുത്തിട്ട് 3-ാം കല്ലിൽ നിന്ന് ബസ്സുകൾ തിരിച്ചു വിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാത്രമാണെങ്കിൽ എല്ലാ വണ്ടി ഓടാന്നാണ് പറഞ്ഞിരുന്നത്. ഹൈവേ പോലീസിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിലൊരു നെയിമിൽ നിന്നിട്ടൊരു ബസ്സിന്റെ മുതലാളിയാണ്. അദ്ദേഹമാണ് പരാതി കൊടുത്തിരുന്നത്. 3-4 ബസ് മുതലാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഇതുമാതിരി പരിഹരിക്കുന്നുണ്ട്. ഇത്രയും നേരം പരിഹരിച്ചിട്ടില്ല. ഇന്നൊരു ദിവസം സ്ട്രൈക്ക് എടുക്കാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ബസ് തൊഴിലാളികളാണ്, നമ്മ നിത്യകൂലിക്കാരാണ്. അല്ലാണ്ട് മാസ വരുമാനമുള്ള ആൾക്കാരാ. സർക്കാർ ജോലിക്കാരൊക്കെ ഒരു മാസ വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വാടക താമസിക്കാനാണ്. കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി ഇന്നലെ വരെ പലിശക്ക് എടുത്തിറങ്ങിയ എന്റെ ഒരു സഹായം തേടി ഇങ്ങനെ പോന്നേക്കണത്. ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളെ നിസ്സഹായസ്ഥ അത്രയും ബുദ്ധിമുട്ട് വരുന്നു. കാരണം ഈ തൊഴിലാളി ഇവിടെ നിൽക്കുന്ന എല്ലാ ബസ്സുകാർക്കും വേണ്ടി ഞാൻ ഒറ്റക്കായിട്ട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണം. ഒരാളോടും ഈ തല്ലി ഏൽപ്പിക്കണല്ല, അത്ര പരിഹാരം ഉണ്ടാക്കി തരണം. അത്ര വിഷമം കൂടെ സങ്കടം എല്ലാരെയും പൊയ്യോട് നിൽക്കാണ്. എല്ലാവരും കണ്ണു തുറക്കണം. അത്രേ ഉള്ളൂ. എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി. നമസ്കാരം. പണി നടക്കുന്ന കാരണമാണ് നമ്മുടെ ഇത്രയും ബ്ലോക്ക് വരുന്നത്. ഇതാണ് ചാവക്കാട് നിന്ന് കയറുന്ന റോഡ് കേട്ടോ. അതിന്റെ കാനയുടെ പണിയോടെ നടക്കുന്നുണ്ട്. ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യമുള്ളൂ. അതാണ് നേരത്തെ അവർ പറഞ്ഞത്. രാത്രിക്കലത്തെ അവസ്ഥ ഉണ്ടോ? ചാവക്കാട് നിന്ന് തിരിയുന്നിടത്ത് ബ്ലോക്കാണ്. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ, രക്ഷയില്ല.